ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. തണുപ്പത്തിങ്ങനെ മടിയൊക്കെ പിടിച്ചിരുന്നതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിക്കായിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. എന്നിട്ട് അരി കഴുകി ചോറ് വെക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് അതിലേക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി അടുപ്പിലോട്ട് വെച്ച് പരിപ്പ് നന്നായിട്ട് വേവാനായിട്ട് നമുക്ക് വിസിലിട്ട് വയ്ക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരെ അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഊറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു വിസിലിന് ശേഷം കുക്കർ തുറന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയാണ് സാമ്പാറിന് മസാലകളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടിന്നിൽ അഴുക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ തുടച്ചങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ക്ലീനായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളയ്ക്കാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും വെണ്ടയ്ക്കയും മല്ലിയിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. എൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് തോരന് വേണ്ടിയിട്ട് ഞാൻ അവരക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഇട്ട് അവരക്കായും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ചെറിയ ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് കൂടി വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം. തോരൻ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അതായത് നമ്മുടെ അവരൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. എനിക്ക് ഇന്ന് കുറച്ച് ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നാളെ ചൂരക്കറി വയ്ക്കാം. ഇന്ന് വന്നിട്ട് കുറച്ച് കഷ്ണങ്ങൾ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന്. കാരണം മീൻ കഴിച്ചിട്ട് കുറേ കാലമായി. നാട്ടിൽ വന്നതിന് ശേഷം മീൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ മീന് വേണ്ടിയിട്ടുള്ള മസാല ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മുടെ മീനിലേക്ക് പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കഷ്ണങ്ങളോട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയുടെ മാവ് കുഴച്ചപ്പോഴത്തേക്കും മീനിൻ്റെ ഒരു വശം വെന്ത് ഞാൻ മറിച്ചിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് സാമ്പാറും തോരനും മീൻ ഫ്രൈയും സാലഡെല്ലാം റെഡിയാക്കി ഇക്കാക്ക് ചോറും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ചുടാനാണ് കേട്ടോ. നമ്മുടെ ലൈബ്രറി റൊട്ടി മേക്കർ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയുടെ കാര്യം പെട്ടെന്നാവും. അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്കും ചപ്പാത്തി വേണമെന്ന്. അങ്ങനെ ഇക്കാക്കും ചപ്പാത്തി കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.